എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പവിത്രം സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ശ്രീനിവാസനും വാസവനും കൂടി ഒന്നായി ചേരുന്നുണ്ട്. ശ്രീനിവാസൻ വാസവന് സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പൊളിക്കലിനെ കൊന്നതോ വരുണിനെ കൊന്നതോ താനോ വിക്രമോ അല്ല എന്നുള്ള കാര്യം. അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. രാഷ്ട്രീയപരമായി നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ തൻ്റെ മകനെ കൊല്ലേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നവും എനിക്കോ വിക്രമിനോ ഇല്ല. ഞങ്ങളുടെ ശത്രു പോലുമല്ല വരുൺ. പിന്നെ എന്തിനാ ഞങ്ങൾ അവനെ കൊല്ലുന്നത്? ഇത് ചെയ്തിട്ടുള്ളത് മറ്റാരോ ആണ്. ആ സത്യം തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൊളിക്കലിനെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ വരുണിനെ കൊന്നത് ആരാണെന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. താനുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ശത്രുതയൊന്നും ഇപ്പോൾ ഇല്ല. രാഷ്ട്രീയപരമായി നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നാൽ അതൊന്നും തൻ്റെ മകനെ കൊല്ലാനുള്ള ഒരു കാരണമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസന്റെ വാക്കുകളെല്ലാം തന്നെ വാസവൻ വിശ്വസിക്കുന്നുണ്ട്. താൻ പറഞ്ഞത് ശരി തന്നെയാണ്. പൊളിക്കലിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച വരുണിനെ ആരാണ് ഇല്ലാതാക്കിയതെന്നും കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും. ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതിന് എൻ്റെ എല്ലാ സഹായവും തന്നോടൊപ്പം ഉണ്ടാവും. വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എൻ്റെ ആവശ്യം കൂടിയാണ്. പിന്നെ പൊളിക്കലിനെ കൊന്നത് കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുണ്ട് എന്ന് പറയുമ്പോൾ വാസവൻ ചോദിക്കുന്നുണ്ട്, അതാരാണെന്ന് കണ്ടുപിടിച്ച പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, വിക്രമിന്റെ കൂടെ ഉണ്ടാവാറില്ലേ അനിയൻകുട്ടൻ, അവൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടത്. പൊളിക്കലിനെ കൊന്നു കളയുന്നത് അവൻ നേരിട്ട് കണ്ട കാര്യമാണ്. പക്ഷേ അനിയൻകുട്ടന്റെ മാനസിക നില ഇപ്പം ആകെ തെറ്റിപ്പോയിരിക്കുകയാണ്. അവനൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി അവൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ നന്നായാൽ മാത്രമേ അതാരാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. ഇനി അനിയൻകുട്ടൻ റിക്കവറായി വരികയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസൻ. വാസവൻ പറയുന്നുണ്ട്, അനിയൻകുട്ടനെ എങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കിയെടുക്കണം, എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ കഴിയുള്ളൂ എന്ന് പറയാണ്. ശേഷം വാസവൻ നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തോട്ടാണ്. ശ്രീകാന്തിനോട് വാസവൻ പറയുന്നുണ്ട്, ഞാനിന്ന് ശ്രീനിവാസനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നത് ഇത് ചെയ്തിട്ടുള്ളത് വിക്രമല്ല എന്നാണ്. പിന്നെ പൊളിക്കലിനെ കൊന്നതും വിക്രമോ ശ്രീനിവാസനോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അവർ ഈ കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് സാറിൻ്റെ മുന്നിൽ അവർ അഭിനയിച്ചതായിരിക്കും, അവർ തന്നെ ആവും കൊന്നത്, അല്ലാതെ പിന്നെ മറ്റാര് കൊല്ലാനാണ് എന്ന് പറയുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, അയാളുടെ വാക്കിൽ നിന്നെല്ലാം എനിക്ക് അയാൾ സത്യസന്ധനാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് മറ്റേതോ ഒരാളാണ്. പൊളിക്കലിനെ കൊന്നതും വരുണിന്റെ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ആകെ ഒന്ന് പതറിപ്പോകുന്നുണ്ട്. ഇയാളുടെ നോട്ടം ഇനി എന്നിലേക്ക് വരുമോ എന്നുള്ളൊരു ചിന്തയാണ് ശ്രീകാന്തിന്റെ മനസ്സിൽ. വാസവൻ പറയുന്നുണ്ട്, പൊളിക്കലിനെ കൊന്നത് കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുണ്ട്, അയാൾക്ക് മാത്രമേ ഇനി നമ്മളെ സഹായിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ആകെ ഷോക്കായി പോകുന്നുണ്ട്. പൊളിക്കലിനെ കൊന്നത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷിയോ, അതാരാണ് എന്ന് ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. വിക്രമിന്റെ കൂടെയുള്ള ആ അനിയൻകുട്ടനില്ലേ, അവനാണ് അത് നേരിട്ട് കണ്ടത്. പക്ഷേ അവന്റെ സമനില ഇപ്പൊ കുറച്ച് തെറ്റിപ്പോയിരിക്കുകയാണ്. ഒരു കൊലപാതകം മുന്നിൽ വെച്ച് കണ്ടതല്ലേ, അവനൊന്നും ഓക്കെ ആയി വന്നാൽ മാത്രമേ ഇതാര് ചെയ്തത് എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. എന്നാലും അനിയൻകുട്ടൻ്റെ നില പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് ചെയ്യിച്ചത് തങ്ങളാണെന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയും എന്നൊരു ടെൻഷൻ ശ്രീകാന്തിൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. വാസവൻ പറയുന്നുണ്ട്, ഇത് ചെയ്തത് ആരായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനെല്ലാം പുറകിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അവർ ജീവനോടെ ഇരിക്കില്ല. എൻ്റെ മകനെ എങ്ങനെയാണോ കൊന്നത് അതിനേക്കാൾ ക്രൂരമായിട്ടായിരിക്കും അവരെ ഞാൻ കൊല്ലാൻ പോകുന്നത്. അങ്ങനെ മാത്രമേ എൻ്റെ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം പോലും തകർത്തവനാണ് എൻ്റെ മകനെ കൊന്ന ആ കൊലയാളി. എൻ്റെ മകനും ദീപ്തിയും തമ്മിലുള്ള ആ ബന്ധം തന്നെ ഇല്ലാതാക്കി. ആ കുട്ടി പോലും ഇപ്പൊ സമനില തെറ്റിയൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്നെല്ലാം വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി പറയുന്നുണ്ട് വാസവൻ. ശേഷം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ, നമ്മൾ ആ പൊളിക്കലിനെ കൊന്നു കളഞ്ഞത് കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുണ്ട്. അത് കണ്ട ദൃക്സാക്ഷിയോ, ആരാണത്
എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ. അതെ, ആ വിക്രമിന്റെ കൂടെ നടക്കുന്ന ആ അനിയൻകുട്ടനില്ലേ, അവനാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ള ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ ആ കൊലപാതകം കണ്ടതിന് ശേഷം അവന്റെ സമനില കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. അവൻ പഴയ പോലെ ആയാൽ മാത്രമേ ഇത് ചെയ്യിച്ചത് നമ്മളാണെന്ന് അവന് പറയാൻ കഴിയൂ. അവനൊരിക്കലും പഴയ ആ നിലയിലോട്ട് വരരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിന് അവന് നമ്മൾ അവിടെയൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവനെ നമുക്ക് തീർത്ത് കളയായിരുന്നു. എന്നാൽ പിന്നെ ഒരു തെളിവും ഇല്ലാതെ ഈ കേസ് അങ്ങനെ അങ്ങ് ഒതുങ്ങി പോവുമായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാതെ പോയത് നമ്മളുടെ തെറ്റ് തന്നെയാ. എന്നാലിപ്പോൾ അവൻ നമുക്കൊരു വെല്ലുവിളിയാണ്, നമുക്ക് വലിയൊരു ഭീഷണിയാണ്. അത് ഇല്ലാതാക്കലാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. അനിയൻകുട്ടനെങ്ങാനും ഈ കൊലപാതകത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അകത്താണ്. നമ്മളുടെ കഥ അതോടെ കഴിയും. ഒരു പക്ഷേ നമ്മളെ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ പോലും ആ വാസവൻ സമ്മതിക്കില്ല. അതിനു മുന്നേ അയാളായിരിക്കും നമ്മളെ തീർക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവന് ഭീഷണിയായിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കണം എന്ന് ചന്ദ്രശേഖരനോട് ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇതേ സമയം വേദയോട് വിക്രം പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും വേദ? എന്നെ ആരോ കൊന്നു കളഞ്ഞില്ലേ, അത് കാരണം ഇനി നമ്മളുടെ കേസ് ജയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ആ പൊളിക്കലിനെ മാത്രമായിരുന്നു നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്നപ്പോൾ അയാളെയും കൊന്നു കളഞ്ഞു. വരുണിനെ കുറിച്ചുള്ള കൊലപാതക കേസ് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അയാളെയും കൊന്നു കളഞ്ഞത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിലെന്താ സംശയം? അതിനു വേണ്ടി തന്നെയാണ് അയാളെയും കൊന്നു കളഞ്ഞത്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുണ്ട് എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതാരാണ്? അത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷി അയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അയാൾ നമ്മളെ എന്തായാലും സഹായിക്കും. പക്ഷേ നമ്മളിപ്പോൾ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അയാളുള്ളത് എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതാരാണ്? അത് നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ, അനിയൻകുട്ടൻ. പക്ഷേ അയാളുടെ സമനില ആകെ തെറ്റിപ്പോയത് കാരണം അയാൾക്ക് നമ്മളെപ്പോൾ സഹായിക്കാൻ കഴിയില്ല. അയാൾ പഴയ നിലയിലായി വന്നാൽ മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ എന്ന് പറയാണ്. വിക്രം പറയുന്നുണ്ട്, അവനാണോ അത് കണ്ടത്? അപ്പോൾ ഇനി അവൻ്റെ ജീവനും ആപത്തിലായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതും ശരിയാണ്. അവനെ തീർത്ത് കളയാനും ഇനി ആളുകൾ മടിക്കില്ല. കാരണം അവന് മാത്രമാണ് ഇനി വരുണിനെ കൊന്നതും പൊളിക്കലിനെ കൊന്നതും ആരാണെന്നുള്ള സത്യമെല്ലാം പുറത്ത് കൊണ്ടുവരാൻ കഴിയും. കാരണം പൊളിക്കലിനെ കൊന്നത് കണ്ടിട്ടുള്ള ആകെ ദൃക്സാക്ഷി അവൻ മാത്രമാണ്. പൊളിക്കലിനെ കൊന്നത് വരുണിനെ കൊന്നിട്ടുള്ള ആ കൊലപാതകം തെളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2 കൊലപാതകം ചെയ്തിട്ടുള്ളത് ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അനിയൻകുട്ടൻ്റെ ജീവിതം ഇനി വളരെ ആപത്തിലാണ് എന്ന് പറയുന്നുണ്ട് വേദ. വിക്രം പറയുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയുമ്പോൾ വേദ പറയുകയാണെ, നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. അനിയൻകുട്ടൻ്റെ ജീവന് ഒരാപത്തും വരാതിരിക്കാം. നമുക്ക് പോലീസിനോട് സഹായം തേടാം എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി എനിക്കിവിടെ ഇരിക്കാൻ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം സമാധാനത്തോടെ ഇരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഈ കേസിന് ഇങ്ങനെ നീണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വിക്രമിന് ഇവിടെ തന്നെ കാലാകാലം ജീവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവിടെയും എൻ്റെ കൂടെ ഇങ്ങനെ ഒരു മുറിയിൽ ഇരുന്ന് ജീവിക്കാൻ രസമൊക്കെ തന്നെയാണ്. പക്ഷേ കാലാകാലം എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ലല്ലോ. നമുക്കിനിയും ജീവിക്കണ്ടേ, പാറി പറന്ന് നടന്ന് അങ്ങനെ ജീവിക്കണ്ടേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ? പിന്നെ ആഗ്രഹമില്ലാതെ ഇത്രയും നാൾ നമ്മൾ കീരിയും പാമ്പുമായിട്ടല്ലേ ജീവിച്ചത്? ഇനി അങ്ങനെയല്ലല്ലോ, ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ നമുക്ക് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെ വിക്രമിനെ ആക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നെയല്ലേ എന്ന് പറയാണ്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ഒരു മുറിയിൽ ജീവിച്ചു പോവുകയാണ് വിക്രമും വേദയും. എന്നാൽ ദീപ്തിയാണെങ്കിൽ ഓരോ ദിവസവും ഉരുകിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വരുണിനെ നഷ്ടപ്പെട്ട ആ വേദന ഒരിക്കലും മറക്കാൻ ദീപ്തിക്ക് കഴിഞ്ഞിട്ടില്ല. ദീപ്തിയുടെ സങ്കടം കാണുമ്പോൾ വേദയ്ക്കും വിക്രമിനും ഒരുപാട് വേദന തോന്നുന്നുണ്ട്. എന്നാൽ വരുണിനെ കൊന്നത് ആരാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടവും ഉണ്ട് വേദയ്ക്കും വിക്രമിനും. ദീപ്തിയോട് വേദ പറയുന്നുണ്ട്, മോളെ നിന്റെ മനസ്സിന് ധൈര്യം കൊടുക്കണം. വരുണിനെ കൊന്നത് ആരാണെന്നുള്ളത് ഉറപ്പായും നമ്മൾ തെളിയിച്ചിരിക്കും. അയാൾക്കുള്ള തിരിച്ചടി നമ്മൾ എന്തായാലും കൊടുത്തിരിക്കും എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എങ്ങനെയാ വരുണില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുക എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. ഞാൻ അവനെ അത്രയും സ്നേഹിച്ചിരുന്നു. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളെല്ലാം. എനിക്കറിയില്ല ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന്. എങ്ങനെയെങ്കിലും വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അയാളോട് എനിക്ക് ചോദിക്കണം, എന്തിനു വേണ്ടിയാ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന്, എൻ്റെ ജീവിതം തകർത്തത് എന്തിനു വേണ്ടിയാ എന്നുള്ള കാര്യം എനിക്ക് ചോദിക്കണം എന്നെല്ലാം പറയാണ്. ഇത് കേട്ടോണ്ട് വരുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, മോളെ അവനെ കൊന്നത് ആരാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും എന്ന് പറയുമ്പോഴും ശ്രീകാന്തിൻ്റെ മനസ്സിലുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്,
നീ സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവനെ കൊന്നത് ഞാൻ തന്നെയാ. നിനക്കൊരിക്കലും അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്നെല്ലാം ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, മോളെ നിനക്ക് ഞാൻ വാക്ക് തരികയാണ്, ഉറപ്പായും വരുണിനെ കൊന്നത് ആരാണെന്നുള്ളത് ഞാൻ തെളിയിച്ചിരിക്കും. അയാളെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇത് മോൾക്ക് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ ദീപ്തി വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.